മഹാലക്ഷ്മി സീരിയലിന്റെ ഇന്നത്തെ എപ്പിസോഡ് റിവ്യൂയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ ജാനമ്മയാണെങ്കിൽ ഭക്ഷണം കഴിക്കാനായിട്ട് ഇരിക്കുമ്പോൾ ദേവരാജനാണെങ്കിൽ തന്റെ ആ ഒരു പ്ലാനിങ്ങിനെ കുറിച്ച് പറയുന്നു. അമ്മേ, എനിക്ക് അമ്മയോട് ഒരു കാര്യം പറയാനുണ്ട്. എന്താ മോനെ, എന്താ കാര്യം? അങ്ങനെ ദേവരാജന്റെ ഭാര്യയാണെങ്കിൽ പറയണം, അമ്മേ, ഈ ഒരു വീട് ജപ്തിയിൽ പോവാൻ കിടക്കുകയാണ്. ഒരുപാട് കടങ്ങൾ നമുക്കുണ്ട്. അതുകൊണ്ട് അമ്മ വിചാരിച്ചാൽ നമ്മുടെ ഈ കടങ്ങളൊക്കെ മാറും. നിങ്ങൾ എന്തൊക്കെയാ പറഞ്ഞു വരുന്നത്? നിങ്ങളുടെ ആർഭാടം കാരണം കൊണ്ടാണല്ലോ ഈ വീട് തന്നെ ജപ്തിയിൽ പോവാൻ കാരണം. ദേ, ആർഭാടം കുറച്ച് ജീവിച്ചാൽ എല്ലാം ശരിയാകുമെന്നൊക്കെ പറയുമ്പോ, അമ്മേ, ഇനി അതിന്റെ ആവശ്യമൊന്നുമില്ലെന്നേ. ലക്ഷങ്ങൾ കിട്ടുന്ന കാര്യമാ. ലക്ഷങ്ങൾ കിട്ടുന്ന കാര്യമോ? എന്താണത്? എന്നെ കൊണ്ട് എന്ത് ലക്ഷ നിങ്ങക്ക് കിട്ടാൻ പോകുന്നത്? അങ്ങനെ അമ്മയ്ക്കിപ്പോ ഒരു കുഞ്ഞിനെ നോക്കാൻ പോകുന്നുണ്ടല്ലോ. ആ കുഞ്ഞിന് പാല് കലക്കി കൊടുക്കുമല്ലോ. ആ സമയത്തെ ഞാൻ തരുന്ന ഒരു പൊടി കലക്കി കൊടുത്താൽ മതി. അത് കുടിച്ചു കഴിഞ്ഞാൽ പെട്ടെന്നൊന്നും മരണപ്പെടില്ല. പക്ഷെ അമ്മ ഇങ്ങോട്ട് വന്നതിന് ശേഷം കുറച്ചു കഴിഞ്ഞാൽ അത് ഉറപ്പായിട്ടും മരിക്കും. എടാ, നീ എന്താ പറയുന്നേ? കുഞ്ഞിനെ കൊല്ലാനോ? അതെ, കുഞ്ഞിനെ കൊല്ലുക. നമുക്ക് ഒരുപാട് ലക്ഷങ്ങൾ കിട്ടുന്ന പരിപാടിയാ. ആ കുഞ്ഞ് ചെറുതല്ലേ, അത് പെട്ടെന്ന് മരിച്ചോട്ടെ, അധികകാലം ജീവിച്ചിരിക്കണ്ട എന്നൊക്കെ പറയുമ്പോ, എടാ, അത് ശരിയാവില്ല. കുഞ്ഞിനെ കൊല്ലുന്ന ഒരു പരിപാടി ഞാൻ ചെയ്യില്ല എന്നൊക്കെ പറയുമ്പോൾ ഇത് കേട്ട് ആ ദേവരാജനാണെങ്കിൽ ദേഷ്യം വരുന്നുണ്ട്. അയാളാണെങ്കിൽ തന്റെ ഭക്ഷണം കഴിക്കുന്ന പാത്രമാണെങ്കിൽ നിലത്തിട്ട് അവിടെ നിന്ന് ദേഷ്യത്തോട് കൂടിയിട്ട് എഴുന്നേൽക്കുകയാണ്. തള്ള രക്ഷപ്പെടാമെന്ന് കരുതിയാലും രക്ഷപ്പെടാൻ സമ്മതിക്കില്ല. നിങ്ങളെ കൊണ്ടേ അത് ചെയ്യാൻ പറ്റുള്ളൂ എന്ന് കരുതിയിട്ടല്ലേ ഞാൻ അത് ഏറ്റെടുത്തത്. ദേ, മകനും മരുമോൾക്കും വേണ്ടി ഇത് നിങ്ങൾ ചെയ്തില്ലെങ്കിൽ നിങ്ങളെ ഉണ്ടല്ലോ ഞാൻ കൊന്നു കളയുമെന്നൊക്കെ പറഞ്ഞുകൊണ്ട് പൊട്ടിത്തെറിക്കുകയാണ്. എന്നിട്ട് അയാൾ അവിടെ നിന്ന് പോകുന്നുണ്ട്. ഈ സമയം ജാനമ്മയാണെങ്കിൽ കരയുമ്പോൾ മരുമകൾ വന്നിട്ട് പറയുകയാണ്, ദേ അമ്മേ, ഏട്ടന് അറിയാലോ ഒരുപാട് ടെൻഷൻ ഉള്ളതാണ്. ഒരുപാട് കടങ്ങളും ഉണ്ട്. കടക്കാരാണെങ്കിൽ എപ്പോഴും ഇവിടെ വന്ന് ബഹളം ഉണ്ടാക്കിക്കൊണ്ടിരിക്കുക. അതുകൊണ്ട് അമ്മ ഈ കാര്യം ചെയ്യണം, അല്ലെങ്കിൽ അമ്മ ഞങ്ങളെ കൊന്നു കളഞ്ഞേക്കെന്നൊക്കെ പറഞ്ഞുകൊണ്ട് ആ സ്ത്രീയും അവിടെ നിന്നും പോവുകയാണ്. അങ്ങനെ ജാനമ്മയാണെങ്കിൽ കുഞ്ഞിനെ കൊല്ലുന്ന ആ കാര്യങ്ങൾ ഓർത്ത് ആകെ വിഷമിച്ച് പൊട്ടിക്കരയുന്നുണ്ട്. ശേഷം ആ സിദ്ധയായിട്ടുള്ള അമ്മയാണെങ്കിൽ ധ്യാനത്തിലാണ്. ഈ സമയം മാർക്കോയാണെങ്കിൽ അവർക്ക് ഓപ്പോസിറ്റ് ഇരിക്കുന്നുണ്ട്. അങ്ങനെ ചിരിച്ചുകൊണ്ട് അമ്മയാണെങ്കിൽ കണ്ണു തുറക്കുകയാണ്. എന്താ അമ്മേ, കുഞ്ഞിനെ തേടി ഇനിയും ആപത്തുകൾ വരാനിരിക്കുന്നു. അതെന്താ അമ്മേ? കുഞ്ഞിനെ അപ്പോ ആപത്തുകളൊന്നും വിട്ടൊഴിയില്ലേ? ഇല്ല, വല്ല ദുർമന്ത്രവാദത്തിലൂടെ നമ്മുടെയൊക്കെ കണ്ണ് കെട്ടുകയാണെങ്കിൽ മാത്രമേ കുഞ്ഞിന് ആപത്ത് സംഭവിക്കുകയുള്ളൂ. അവൾ നീലമറുക് കഴുത്തിലുള്ളവളാണ്. മഹാദേവന്റെ എല്ലാ അനുഗ്രഹവും ഉള്ള കൂട്ടത്തിലാണ്. അതുകൊണ്ട് പേടിക്കേണ്ടതില്ല. പക്ഷെ എപ്പോഴും നമ്മളെല്ലാവരും അവൾക്ക് വേണ്ടി കണ്ണ് തുറന്നിരിക്കുന്ന കൂട്ടത്തിലാണെങ്കിലും ചില വാദിനികളിലൂടെ നമ്മുടെ കണ്ണ് കെട്ടാനായിട്ട് പറ്റും. ഇത് കേട്ട് മാർക്കോയാണെങ്കിൽ അപ്പോ ആ കുഞ്ഞിന് ആപത്ത് സംഭവിക്കുമോ? സംഭവിക്കാൻ ഒരുപാട് ചാൻസ് ഉണ്ട് എന്നിങ്ങനെ അമ്മ പറയുകയാണ്. അങ്ങനെ മാർക്കോ ചോദിക്കുന്നുണ്ട്, അല്ല, ഇപ്പോ അടുത്തിടെ എങ്ങാനും എന്തെങ്കിലും സംഭവിക്കുന്നുണ്ടോ? ഉണ്ട്, പക്ഷെ അതൊക്കെ തട്ടിക്കളയാനായിട്ടും ആ കുഞ്ഞിനെ അറിയാം. നീ എന്തായാലും കാത്തിരിക്കും, നമുക്ക് കാണാം എന്നൊക്കെ ഇങ്ങനെ അമ്മ പറയുകയാണ്. പിന്നെ നീലാംബരി മോൾക്ക് ഞാൻ നീലാംബരി എന്ന് പേരിട്ടത് വെറുതെ അല്ല, എല്ലാം അവളെ കൊണ്ട് നേരിടാനായിട്ട് കഴിയും. അവൾ ദൈവത്തിന്റെ കുട്ടിയാണ്. പക്ഷെ ദൈവം എന്നല്ല കേട്ടോ എന്നൊക്കെ പറഞ്ഞ് അമ്മയാണെങ്കിൽ മാർക്കോയെ സമാധാനിപ്പിക്കുന്നു. നീലാംബരി മോൾ എന്നെ കാണാനായിട്ട് വരുന്നുണ്ട്. ഞാൻ ഉറപ്പായിട്ട് നീലാംബരി മോളെ വൈകാതെ തന്നെ കാണുമെന്നൊക്കെ ആ സിദ്ധയായിട്ടുള്ള അമ്മയാണെങ്കിൽ മാർക്കോയോട് പറയുകയാണ്. അങ്ങനെ ലേഖയും മഹിയും ചേർന്ന് കുഞ്ഞിനെ കളിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. പെട്ടെന്നാണ് മഹി കുഞ്ഞിനോട് പറയുന്നത്, നിന്റെ അച്ഛൻ ഇന്ന് വിളിച്ചില്ലല്ലോ മോളെ. അങ്ങനെ മഹിയുടെ ഫോൺ റിങ് ചെയ്യുന്നു. ആ, പറഞ്ഞു നാവെടുത്തില്ല, നല്ല മനപ്പൊരുത്താ. ദേ, അച്ഛൻ വിളിക്കുന്നുണ്ട്. അങ്ങനെ കണ്ണേട്ടാ, വീഡിയോ കോൾ വാ. ഞാനും ലേഖയും കുഞ്ഞിനെ കളിപ്പിച്ചുകൊണ്ടിരിക്കുക. അങ്ങനെ കണ്ണനാണെങ്കിൽ വീഡിയോ കോൾ വരുന്നുണ്ട്. ദേ ലേഖയെ, എല്ലാം ശരിയാണ്. പക്ഷെ എന്തായാലും മഹിക്കിനി കമ്പനിയിലേക്ക് കയറേണ്ടി വരും. ഓണം കഴിഞ്ഞാൽ കുഞ്ഞിനെ ഇങ്ങോട്ട് കൊണ്ടുവരും കേട്ടോ. അത് പിന്നെ കണ്ണേട്ട 6 മാസം കഴിഞ്ഞ് ചോറൂണൊക്കെ കഴിഞ്ഞ് കൊണ്ടുപോയി പോരെ? ദേ, ഞാൻ നിന്നോട് പറഞ്ഞതാ നേരത്തെ തന്നെ. എന്തായാലും കുഞ്ഞിനെ ഇങ്ങോട്ട് കൊണ്ടുവരണം. എനിക്ക് ഇയാളെ കല്യാണം കഴിച്ചതിന് ശേഷം മഹി ഒരു ദിവസം പോലും പിരിഞ്ഞിരിക്കാനായിട്ട് കഴിഞ്ഞിട്ടില്ല. പക്ഷെ ഇപ്പം ഞാൻ പിരിഞ്ഞിരിക്കുന്നില്ലേ, അതുപോലെ തന്നെ കുഞ്ഞിനെ പിരിഞ്ഞിരിക്കാൻ എനിക്ക് കഴിയും. എന്നാലും കുഞ്ഞുണ്ടാകുമ്പോൾ ഉള്ള ലൈഫ് അത് ഭയങ്കര സന്തോഷകരമായിട്ടുള്ളതല്ലേ എന്നൊക്കെ ചോദിക്കുമ്പോ, എല്ലാം നീ അഡ്ജസ്റ്റ് ആയിക്കോളും. പിന്നെ മഹി കമ്പനിയിലേക്ക് വരുന്ന സമയത്ത് കുഞ്ഞ് നിന്റെ അരികിൽ തന്നെ ആയിരിക്കുമല്ലോ എന്നൊക്കെ പറഞ്ഞ് ലേഖയെ കണ്ണനാണെങ്കിൽ സമാധാനിപ്പിക്കുകയാണ്. മാത്രമല്ല, കുഞ്ഞിന്റെ മുത്തശ്ശിയാണെങ്കിൽ ഇവിടെ കുഞ്ഞിനെ കാണണമെന്ന് പറഞ്ഞ് വാശി പിടിക്കുന്നുണ്ടെന്നൊക്കെ പറയുമ്പോ, എന്നാലും ആ വീട്ടിലേക്ക് കൊണ്ടുപോകുന്നതിൽ എനിക്ക് യാതൊരു യോജിപ്പില്ലെന്നൊക്കെ പറഞ്ഞ് ലേഖയാണെങ്കിൽ വീണ്ടും തന്റെ മനസ്സിലുള്ളത് പറഞ്ഞു കാണിക്കുകയാണ്. ശേഷം കണ്ണൻ ഫോൺ വെക്കുമ്പോൾ മഹി പറയുന്നുണ്ട്, ദേ, നീ ഇങ്ങനെ വിഷമിക്കണ്ട. കണ്ണേട്ടൻ പറഞ്ഞതുപോലെ തന്നെ കുഞ്ഞ് ഇവിടെ തന്നെ ഉണ്ടാകുമല്ലോ, നിന്റെ കൂടെ തന്നെ. എന്നാലും മഹി, എനിക്കെന്തോ കുഞ്ഞിനെ വിട്ടുപിരിയാൻ പറ്റുന്നില്ല. എല്ലാം ശരിയാകും. പിന്നെ നീ അതായിട്ട് പൊരുത്തപ്പെട്ടു പോകുമെന്നൊക്കെ മഹിയാണെങ്കിൽ ലേഖയെ പറഞ്ഞ് ആശ്വസിപ്പിക്കുന്നു. അങ്ങനെ കരുണയാണെങ്കിൽ മുകളിലെ നിലയിൽ നിന്ന് താഴേക്ക് നോക്കുമ്പോൾ കണ്ണനാണെങ്കിൽ കുഞ്ഞും മഹിയുമായിട്ട് കമലേശ്വരത്തിലേക്ക് വരികയാണ്.
എന്നിട്ട് സന്തോഷത്തോട് കൂടിയിട്ട് കുഞ്ഞിനെ കണ്ണന്റെ കയ്യിലേക്ക് കൊടുക്കുന്നുണ്ട് മഹി. ഈ സമയം മഹി പറയുകയാണ്, കണ്ണേട്ടാ പതുക്കെ എടുക്കണേ എന്ന്. ഓ പിന്നെ എന്റെ കുഞ്ഞിനെ ഞാൻ പതുക്കെ തന്നെ എടുക്കത്തുള്ളൂ, ഇത് എന്റെ കുഞ്ഞല്ലേ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അവരാണെങ്കിൽ സന്തോഷത്തോടെ അകത്തേക്ക് കയറി പോകുന്നതാണ് കാണിക്കുന്നത്. അതൊക്കെ തന്നെ കരുണയാണെങ്കിൽ സങ്കല്പിക്കുകയാണ് ഉണ്ണിക്കൊപ്പം ഇരുന്നിട്ട്. അതെ, ഞാന് അവളും കുഞ്ഞും ഇങ്ങോട്ട് വരുന്ന കാര്യങ്ങൾ സങ്കല്പിക്കുക. അതെന്തപ്പോ സങ്കല്പിക്കാനുള്ളത്, വഴിക തന്നെ ആ കാഴ്ച കാണാം. ഓണം കഴിഞ്ഞ് ഇങ്ങോട്ട് കൊണ്ടുവരുമെന്നല്ലേ തമ്പുരാൻ പറഞ്ഞിരിക്കുന്നത്. എന്നാലും ആ കാഴ്ചയൊന്നും കാണാൻ എനിക്ക് കഴിയില്ല. എന്റെ അച്ഛൻ ഉറപ്പായിട്ടും നാളെ ഒരു വലിയ പ്ലാനിങ് ഉണ്ടാക്കിയിട്ടുണ്ട്. നാളെ ഉറപ്പായിട്ടും അനന്തുവിന്റെ വീട്ടിൽ ഒരു കൂട്ടക്കരച്ചിൽ ഉണ്ടാകും എന്നൊക്കെ പറയുമ്പോൾ, ഓ നിന്റെ അച്ഛനല്ലേ പ്ലാനിങ് ഉണ്ടാക്കിയിരിക്കുന്നത്, അതുകൊണ്ട് അതൊന്നും വിശ്വസിക്കണ്ട, മിണ്ടാതെ അത് കിടക്കാൻ നോക്കും. അതൊക്കെ ഉറപ്പായിട്ടും പാളിപ്പോകും. എന്തെങ്കിലും സംഭവിച്ചു എന്ന് പറഞ്ഞാൽ മതി. അച്ഛനെ അങ്ങനെ ചെറുതാക്കൊന്നും വേണ്ട, നിങ്ങളെ കൊണ്ടൊന്നും കഴിയുന്നില്ലല്ലോ. ദേ ഞാൻ പറഞ്ഞിട്ടുണ്ട്, എന്നെ മറ്റുള്ളവരുമായിട്ട് കമ്പയർ ചെയ്യരുതെന്ന്. കാര്യം മേഘേട്ടനും അമ്മാവനും ഒക്കെ തന്നെ സാലറി നിലച്ചു, അതുപോലെ എനിക്ക് നിലച്ചാൽ ഞാനും പാപ്പരായ അവസ്ഥയിലാണ്. ആ എന്നോടൊപ്പം ജീവിക്കാൻ നിനക്ക് തയ്യാറാണെങ്കിൽ മാത്രം മതി എന്നൊക്കെ പറയുമ്പോൾ, എന്നാൽ ഉണ്ണിയേട്ടാ നിങ്ങൾക്ക് ഒരുപാട് സമ്പാദ്യമില്ലേ, ഇത്രയും കാലം വാങ്ങിച്ച ശമ്പളത്തിന്റെ പലിശ എടുത്ത് തന്നെ നമുക്ക് നന്നായിട്ട് ജീവിച്ചോടെ എന്ന് ചോദിക്കുമ്പോൾ, ആർക്ക് നന്നായിട്ട് ജീവിക്കാൻ, നിനക്കോ? നിന്റെ അച്ഛൻ എന്ത് വേണമെങ്കിലും ചോദിച്ചാൽ വാങ്ങിത്തരുന്ന കൂട്ടത്തിലായിരുന്നു. ആ നിനക്ക് എന്റെ പലിശ വെച്ച് അഡ്ജസ്റ്റ് ചെയ്ത് ജീവിക്കാനായിട്ട് കഴിയുമെന്നൊക്കെ ചോദിക്കുമ്പോൾ, എന്നാലും നിങ്ങളെപ്പോലെ ഒരു മനുഷ്യൻ വല്ലാത്തൊരു ജന്മം തന്നെയാണ് ആ കണ്ണേട്ടൻ. എന്തൊക്കെയാ മഹാലക്ഷ്മിക്ക് വേണ്ടി ചെയ്തു കൊടുക്കുന്നതെന്നൊക്കെ പറയുമ്പോൾ, അതെ മുതലാളിയുടെ ഭാര്യയാണ്, ബിസിനസ്സുകാരന്റെ ഭാര്യ. ഞാനോ വെറും പാപ്പരായിട്ടുള്ള ഒരു തൊഴിലാളി. അതുകൊണ്ടേ എന്നോടൊപ്പം ജീവിക്കുമ്പോൾ കുറച്ച് പരിമിതികളൊക്കെ ഉണ്ടാവും. അല്ലെങ്കിൽ നീ ഒരു കാര്യം ചെയ്യും, നിന്റെ അച്ഛനോട് ഒരുപാട് ലോറികളൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ വിറ്റ് എന്റെ പേരിലേക്ക് ഡെപ്പോസിറ്റ് ചെയ്യാൻ പറ, അതിന്റെ പലിശ കൊണ്ട് ജീവിക്കാമെന്നൊക്കെ പറയുമ്പോൾ, അങ്ങനെയെങ്കിൽ അത് എനിക്ക് വിറ്റ് ജീവിച്ചോടെ. ദേ അയാളെയും എന്നെയും തമ്മിൽ കമ്പയർ ചെയ്യാതെ എന്റെ കുഞ്ഞിനെയും നോക്കി നിനക്ക് ഇവിടെ ഇരിക്കാൻ പറ്റുമെങ്കിൽ മാത്രം ജീവിക്കാം എന്നൊക്കെ പറയുമ്പോൾ, കുഞ്ഞുണ്ടാവുന്ന കാര്യത്തെക്കുറിച്ച് ഓർത്താ എനിക്കാകെ വിഷമം. അപ്പോഴുള്ള നിങ്ങളുടെ സ്വഭാവം എനിക്കത് ഓർക്കാൻ പോലും കഴിയുന്നില്ല എന്നൊക്കെ പറയുമ്പോൾ, എന്നാലേ നീ ഓർക്കണ്ട, അവിടെ ആലോചിച്ച് നിൽക്കുന്നു പറഞ്ഞുകൊണ്ട് ഉണ്ണിയാണെങ്കിൽ കിടക്കാനായിട്ട് ഒരുങ്ങുകയാണ്. കരുണയാണെങ്കിൽ മനസ്സിൽ ചിന്തിക്കുന്നുണ്ട്, ഇയാളുടെ അടുത്ത കാലും കൂടി ഒടിഞ്ഞാൽ നല്ലതായിരുന്നു എന്നൊക്കെ. അങ്ങനെ ജാനമ്മയാണെങ്കിൽ വിഷമിച്ചിരിക്കുമ്പോൾ ദേവരാജനും അവന്റെ ഭാര്യയും ചേർന്ന് വീണ്ടും അമ്മയുടെ അടുത്തേക്ക് വരികയാണ്. അമ്മേ എന്ത് തീരുമാനിച്ചെന്ന് ചോദിക്കുമ്പോൾ, ഇത് കേട്ടിട്ട് ജാനമ്മ പറയുന്നുണ്ട്, എടാ ഒരു കുഞ്ഞിനെ കൊല്ലുക എന്ന് പറയുമ്പോൾ എനിക്കത് കഴിയില്ലടാ. കാരണം കുഞ്ഞുങ്ങളുടെ കരച്ചിൽ പോലും എനിക്ക് കേൾക്കുന്നത് പറ്റില്ല. ഒരുപാട് കുഞ്ഞുങ്ങളെ നോക്കിയ കൂട്ടത്തില ആ കുഞ്ഞിനെ ഒരമ്മയല്ല, രണ്ടമ്മയാണ്, രണ്ടച്ഛന്മാരാണ്. ഞാൻ നിൽക്കുന്ന ആ വീട്ടിലെ കുട്ടിക്കും വലിയ കാര്യമാണെന്നൊക്കെ പറയുമ്പോൾ, ഓ ഒറ്റ ദിവസേ പോയിട്ടുള്ളൂ, അപ്പോഴേക്കും സ്വന്തം മകനേക്കാളും മരുമകളെക്കാളൊക്കെ നിങ്ങൾക്കിപ്പോ ആ കുഞ്ഞാണ് വലുതെന്നൊക്കെ മരുമകൾ ചോദിക്കുമ്പോൾ, അങ്ങനെയല്ല, കുഞ്ഞുങ്ങളെ കൊല്ലുന്നത് പാപാണ്, എന്തിനാ അങ്ങനെ ചെയ്യുന്നത്? ദേ നോക്ക് അമ്മേ, ഞാൻ അയാളിൽ നിന്നും പൈസ വാങ്ങിപ്പോയി, 1,00,000 രൂപ. അത് ഞാൻ എനിക്ക് കടമുള്ള ആൾക്കാർക്ക് കൊടുക്കുകയും ചെയ്തു. ഇനിയും അയാൾ പൈസ തരും. അതുകൊണ്ടേ അമ്മ ഇക്കാര്യം ചെയ്തില്ലെങ്കിൽ ഒറ്റൊന്ന് ഓർത്തോ, നാളെ അമ്മ ജോലി കഴിഞ്ഞ് വരുമ്പോ കുറച്ച് വിഷം വാങ്ങിയിട്ട് വാ, എന്നിട്ട് അമ്മയുടെ മോനെയും മരുമകളെയും കൊന്നു എന്ന് പറഞ്ഞുകൊണ്ട് ആ മകനാണെങ്കിൽ അകത്തേക്ക് കയറി പോവുകയാണ്. ഈ സമയം ജാനമ്മയാണെങ്കിൽ എന്ത് ചെയ്യുമെന്നറിയാതെ ആകെ വിഷമിച്ച് കരയുന്നുണ്ട്. ശേഷം അവർ രാവിലെ തന്നെ ലേഖയുടെ വീട്ടിലേക്ക് കുഞ്ഞിനെ നോക്കാനായിട്ട് പോവുകയാണ്. ലേഖയാണെങ്കിൽ കുഞ്ഞിന്റെ തുണികളൊക്കെ തന്നെ അടുക്കി പെറുക്കി വെക്കുകയാണ്. മോളെ കുഞ്ഞെവിടെ? ഇന്നലെ മോള് വിളിച്ചപ്പോ നല്ല കരച്ചിലാണെന്ന് പറഞ്ഞു. ആ പതിവിലും കുറച്ച് അധികം കരഞ്ഞു. അതെ, കുഞ്ഞുങ്ങൾ എടുക്കേണ്ട രീതിയുണ്ട്, ആ രീതിക്ക് എടുത്താൽ അവര് കരയില്ല. ഓ എന്നാലും അത്യാവശ്യം കരഞ്ഞിട്ടുള്ളൂ. എടുക്കേണ്ട രീതിക്ക് എടുത്തെന്നിങ്ങനെ ലേഖ ദേഷ്യത്തോടെ പറയുമ്പോൾ, ഞാൻ എന്റെ പൊന്നുമോളെ എടുത്തിട്ട് വരാമെന്ന് പറഞ്ഞുകൊണ്ട് ജാനമ്മയാണെങ്കിൽ അകത്തേക്ക് പോവുകയാണ്. ലേഖയും പുറകെ പോകുന്നുണ്ട്. ഈ സമയം മഹിയാണെങ്കിൽ കുഞ്ഞിനെ സമാധാനിപ്പിക്കുന്ന തിരക്കിലാണ്. കുഞ്ഞാണെങ്കിൽ നല്ല കരച്ചിലും. ആഹാ മുത്തശ്ശിയുടെ കൊച്ചെവിടെ എന്നൊക്കെ ചോദിച്ചുകൊണ്ട് ജാനമ്മയാണെങ്കിൽ കുഞ്ഞിനെ വേഗം തന്നെ എടുക്കുകയാണ്. എന്നിട്ട് തൊട്ടിയിൽ കിടന്നാലോ എന്നൊക്കെ പറഞ്ഞ് താരാട്ട് പാട്ടി ഉറക്കുന്നുണ്ട്. പെട്ടെന്ന് തന്നെ നീലമോളാണെങ്കിൽ ആ ഒരു കരച്ചിൽ നിർത്തുകയാണ്. കണ്ടില്ലേ, കരച്ചിൽ നിർത്തിയില്ലേ, അതാണ് പറഞ്ഞ് എടുക്കേണ്ട രീതിക്ക് എടുത്ത കുഞ്ഞുങ്ങൾ കരച്ചിൽ നിർത്തും. അങ്ങനെ ശരിയല്ലേകെ, കുഞ്ഞ് എത്ര വാശി പിടിച്ചതാ, അമ്മ വന്ന് എടുത്തപ്പോഴേക്കും കരച്ചിൽ നിർത്തി. അതെ, എന്നെപ്പോലുള്ള അമ്മമ്മമാർക്ക് ഒരുപാട് എക്സ്പീരിയൻസാ, കുഞ്ഞുങ്ങൾ എന്തിനാ കരയുന്നത്, എന്താ അതിന്റെ പുറകിലുള്ള കാര്യങ്ങൾ എന്നൊക്കെ. അതുകൊണ്ടേ ഞങ്ങൾക്കറിയാം കുഞ്ഞെന്തിനാ കരയുന്നതെന്ന്. അങ്ങനെ രേഖയ്ക്കാണെങ്കിൽ അതൊന്നും തന്നെ ഒട്ടും ഇഷ്ടപ്പെടുന്നില്ല. പക്ഷെ അതൊക്കെ കേൾക്കുമ്പോൾ മഹിക്കാണെങ്കിൽ ഒത്തിരി സന്തോഷമാവുന്നുണ്ട്. അപ്പൊ അതൊക്കെ കാണിച്ചുകൊണ്ടാണ് എപ്പിസോഡ് അവസാനിക്കുന്നത്. കാത്തിരിക്കാം നാളത്തെ കിടിലൻ എപ്പിസോഡിനായിട്ട്.